തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതെ നിരാശപ്പെടുന്നവർ, സീറ്റ് കിട്ടിയവരെ തോൽപ്പിക്കാൻ നടക്കുന്നവർ, ചെരുപ്പിന്റെ വാറഴിക്കാൻ തത്രപ്പെടുന്നവർ, ബീഫ് തിന്നവരെ കൊല്ലുന്നവർ, ബീഫ് ഫ്രൈ വാങ്ങിയിട്ട് അതിലുള്ള ഉള്ളി മാത്രം കഴിക്കുന്ന കെ സുരേന്ദ്രനെ പോലുള്ളവർ, എവിടെ തിരിഞ്ഞു നോക്കിയാലും അലമ്പ് കാഴ്ചകൾ. ഇതൊക്കെ കണ്ട് മനം ഉറഞ്ഞുപോയ പ്രേക്ഷകർക്ക് അല്പം ഊർജം തരുന്ന കാഴ്ചയാണ് ഡെമോക്രസിയിൽ ഇനി. ക്യാൻസർ രോഗികളെ നിരുത്സാഹപ്പെടുത്തുകയും അകറ്റി നിർത്തുകയും ചെയ്യുന്നവർക്ക് ഒരു പാഠം. ക്യാൻസർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗികൾക്കായി എറണാകുളത്ത് നടന്ന മുടിദാന ചടങ്ങിനെ കുറിച്ചാണ്. മുടി ദാനം ചെയ്യുന്ന പത്മപ്രിയ എന്ന കുട്ടിയെക്കുറിച്ച് ചടങ്ങിനെത്തിയ മഞ്ജു വാര്യരും റീമ കല്ലിങ്കലും വാചാലരായി. അസുലഭമായ കുറെ നിമിഷങ്ങൾ. ഡൊണേഷൻ ക്യാമ്പയിനിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു സ്കൂളിലായിരുന്നു, പാലക്കാട് ജില്ലയിലെ ഒരു സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇത്രയുള്ളൊരു കുട്ടി, ഇത്രയും നീളമുള്ള മുടി ഉണ്ടായിരുന്നു. ഞാനാണ് ആ കുട്ടിയുടെ മുടി മുറിച്ചത്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുക, ഇന്നിപ്പോൾ ഇവിടെ ഒരുപാട് പേര് തങ്ങളുടെ സമ്മതം അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അത് പോരാ, ഇനിയും ഒരുപാട് കുട്ടികൾ മുന്നോട്ട് വരണം എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥനയുള്ളത്. ചെറിയ കുട്ടികൾ വരെ ഏറ്റവും സന്തോഷത്തോടു കൂടി തങ്ങളുടെ മുടി, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടതായിട്ട് അവർ കാത്തു സൂക്ഷിക്കുന്നത് അവരുടെ സൗന്ദര്യമായിരിക്കും, അവരുടെ സ്കിന്നോ അല്ലെങ്കിൽ മുടി എന്നുള്ള ഒരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഒന്നും തിരിച്ചറിവാകുന്നേ ഉള്ളൂ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയൊക്കെ. അപ്പോൾ ആ കുട്ടി പോലും സൗന്ദര്യത്തിനെക്കാട്ടിലും നമ്മൾ മറ്റുള്ള ഒരു മനുഷ്യജീവിയുടെ ദുഃഖത്തിൽ കൂടെ നിൽക്കാൻ സന്മനസ് കാണിച്ച് മുന്നോട്ട് വന്നത് എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയൊരു കാര്യമായിരുന്നു. അതേപോലെയാണ് ഇന്നിവിടെ പത്മപ്രിയ എന്ന ആ ഒരു വലിയ മനസ്സ്, ആ കുട്ടിയുടെ വലിയ മനസ്സിന് ഞാൻ അങ്ങേയറ്റം സല്യൂട്ട്സ് സമർപ്പിക്കുകയാണ്. ഒരു സ്വരസുധയൂറുന്നു, ഒരു സ്വരസുധയൂറുന്നു. ആ ഒരു വലിയ മനസ്സ്, ആ കുട്ടിയുടെ വലിയ മനസ്സിന് ഞാൻ അങ്ങേയറ്റം സല്യൂട്ട്സ് സമർപ്പിക്കുകയാണ്. പത്മപ്രിയയ്ക്ക് മഞ്ജു വാര്യർക്കൊപ്പം ഡെമോക്രസിയുടെയും ഒരു സല്യൂട്ട്. പരിമിതികളിൽ നിന്ന് പോലും പത്മപ്രിയ ചെയ്യുന്ന സാർത്ഥകമായ കാര്യം നിരവധി പേർ മാതൃകയാക്കട്ടെ. ഹീറോകളെ മാത്രം കണ്ട് പരിചയിച്ച പുരുഷ മേധാവിത്വ സമൂഹത്തിലേക്ക് പത്മപ്രിയ എന്ന ഷീറോയെ കിട്ടിയതിലാണ് നടി റീമ കല്ലിങ്കലിന്റെ ആഹ്ലാദം. പത്മപ്രിയ, what can I tell you? ഞാൻ ഇവിടെ നിന്നപ്പോൾ ചോദിച്ചു, ടെൻഷൻ ഉണ്ടോ മുടി മുറിക്കുന്നതിന്? ഒരു ടെൻഷനും ഇല്ല എന്നാ പറഞ്ഞത്. She came prepared for this. Hats off to you. What a lady you are. Hats off to you. ഒരു സ്വരസുധയൂറുന്നു, ഒരു സ്വരസുധയൂറുന്നു. പത്മപ്രിയയുടെ അമ്മ സ്റ്റേജിൽ കയറി വന്ന് ഇപ്പോഴും കണ്ണു നിറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിവിടെ വോളണ്ടിയേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചു, സേതുവിൻ്റെ അടുത്തും അലിയുടെ അടുത്തും. സോ ദേ വർ സേയിങ് her dad passed away suffering from cancer and she wanted to do this. അമ്മയാണ് വിളിച്ചു പറഞ്ഞത്, ഇത് എൻ്റെ മോൾ ആദ്യം ഡൊണേറ്റ് ചെയ്യുന്ന വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു. അമ്മ, ലവ് യു. ഒരു സ്വരസുധയൂറുന്നു. It's such a beautiful gathering. ഇന്ന് ഇവിടെ മുടി ഡൊണേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ഓരോരോ ഷീറോസിനോടും മഞ്ജു ചേച്ചി ബാക്കിയുള്ളവരും മുന്നോട്ട് വരണമെന്ന് പറഞ്ഞതിന് ശേഷം മനസ്സിൽ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഷീറോസിനോടും സല്യൂട്ട് ടു ഓൾ ഓഫ് യു ഓൾ. പോയാൽ കുറച്ച് മുടി, എന്നാൽ ക്യാൻസർ ബാധിതർക്ക് മുന്നിൽ അത് കടലോളം ആശ്വാസമാണ്.
അതിനായി മനസ്സൊരുക്കിയവരെ അഭിനന്ദിക്കാം. എന്തായാലും ക്യാൻസർ എന്ന് കേട്ടയുടനെ പേടിച്ച് വിറച്ച് ജീവിതം തന്നെ തീർന്നുപോയി എന്ന് കരുതുന്നവർക്ക് അതിജീവനത്തിനുള്ള പ്രേരണയേകുകയാണ് മഞ്ജു വാര്യർ. അച്ഛനും അമ്മയ്ക്കും ക്യാൻസർ ബാധിച്ചപ്പോൾ ഉണ്ടായ അനുഭവമാണ് മഞ്ജുവിന്റെ ശക്തി. ക്യാൻസർ നമുക്ക് മരുന്നിൽ കൂടെ അതിനെ തോൽപ്പിക്കാനും മുന്നോട്ട് വരാനും ഒക്കെ ധൈര്യമുള്ള ഒരാൾക്ക് പറ്റും. പക്ഷേ ക്യാൻസറിനെ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്കറിയാം. എൻ്റെ അച്ഛനും അമ്മയും ക്യാൻസർ സർവൈവ് ചെയ്തു. ഞാൻ അവർ ക്യാൻസർ പേഷ്യൻസ് എന്ന്, അല്ലെങ്കിൽ സിസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ വിക്ടിംസ് എന്ന് പറയാനല്ല, ക്യാൻസർ ചാമ്പ്യൻ എന്നാണ് ഞാൻ അവരെ വിളിക്കാറ്. അപ്പോൾ അവരോടൊപ്പം അവരുടെ കൂടെ നിന്ന് അവർക്ക് മുഴുവൻ സപ്പോർട്ടും പ്രാർത്ഥനയും കൊടുത്ത് അവരുടെ കൂടെ നിന്ന് ജയിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി എപ്പോഴെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നാലും എനിക്ക് ഒരു പേടിയുമില്ല എന്നുള്ളതാണ് എനിക്കതിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ അനുഭവം. മഞ്ജു വാര്യർ സിനിമയിലേക്കുള്ള രണ്ടാം വരവിൽ സാമൂഹ്യ പ്രവർത്തനത്തിലും സജീവമാണ്. ജൈവ പച്ചക്കറിക്ക് പിന്നാലെ ക്യാൻസർ ബാധിതർക്ക് വേണ്ടിയുള്ള സേവന സന്നദ്ധതയും പ്രകടിപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും ഹീറോകളുടെ നാട്ടിൽ അവരെ ആരാധിക്കാനൊന്നും റീമ കല്ലിങ്കലിന് താല്പര്യമില്ല. കാരണം റീമയുടെ മുന്നിൽ നിൽക്കുകയാണല്ലോ മഞ്ജു വാര്യർ എന്ന ഷീറോ. I'm in the midst of sheroes, so that is why I just skipped you, sorry. We have Manju Chechi here. She's my very own shiro. She has led with her life and, love you, Manju Chechi. നാടിന് നയിക്കുന്ന ഷീറോകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് ആന്തൂർ സംവാദം. അപ്പൊ എന്നാ തുടങ്ങിക്കൂടെ. ഞാൻ CPM-ഓട് ചോദിക്കുന്നത്, ഇവിടെ കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് രംഗാണല്ലോ നമ്മൾ ചർച്ചാ വിഷയമാക്കുന്നത്.